സ്പോർട്ട് ഫുട്ബോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിസ്ബണിലെ ബെൻഫിക്കയുടെ ഹോം ഗ്രൗണ്ടായ എസ്റ്റാഡി ലൂയിസിൽ നടന്ന ആദ്യപാദ മത്സരത്തിൽ റയൽ മാഡ്രിഡിന് എതിരില്ലാത്ത ഒരു ഗോളിൻ്റെ വിജയം. രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ 50-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ നേടിയ തകർപ്പൻ ഗോളാണ് മത്സരത്തിൻ്റെ വിധി നിർണയിച്ചത്. കിലിയൻ എംബാപ്പയാണ് ഈ ഗോളിന് വഴിയൊരുക്കിയത്. കഴിഞ്ഞ തവണ ബെൻഫിക്കയോട് 4-2 തോറ്റതിൻ്റെ ക്ഷീണം തീർത്തും പ്രകടനമാണ് പ്രതിരോധം കാഴ്ചവെച്ചത്. റുഡിഗറും ഹൊയ്സണും നയിച്ച ഡിഫൻസ് ബെൻഫിക്കയുടെ ആക്രമണങ്ങളെ ഫലപ്രദമായും തടഞ്ഞു. ഫ്രഞ്ച് താരം ചൗമിനിയായിരുന്നു ഈ കളിയിലെ താരം. മധ്യനിരയിൽ കളി നിയന്ത്രിക്കുന്നതിലും ബെൻഫിക്കയുടെ കൗണ്ടർ അറ്റാക്കുകൾ തടയുന്നതിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. ജോസ് മറീഞ്ഞയുടെ പരിശീലക കീഴിൽ ഇറങ്ങിയ ബെൻഫിക്ക മികച്ച രീതിയിൽ പോരാടിയെങ്കിലും ഫിനിഷിങ്ങിലെ പോരായ്മകൾ അവർക്ക് തിരിച്ചടിയായി. മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ മൗറീഞ്ഞയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചതും ശ്രദ്ധേയമായി. മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയറിന് നേരെ കാണികളിൽ നിന്നും വംശാധിക്ഷേപമുണ്ടായതിനെ തുടർന്ന് റഫറി ഏകദേശം 8 മിനിറ്റോളം മത്സരം നിർത്തിവെച്ചിരുന്നു. വിജയത്തോടു കൂടി റയൽ മാഡ്രിഡിന് വലിയ മുൻതൂക്കം ലഭിച്ചിരിക്കുകയാണ്. കാരണം രണ്ടാം പാദ മത്സരം ഫെബ്രുവരി 25-ന് മാഡ്രിഡിൻ്റെ സ്വന്തം മൈതാനമായ സാന്റിയാഗോ ബെർണാബ്യൂവിൽ നടക്കും. ക്വാർട്ടർ ഫൈനൽ പ്രവേശിക്കാൻ മാഡ്രിഡിന് ഒരു സമനില മാത്രം മതി. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.